പണ്ട് പ്രേമം മുഴുവൻ പൊട്ടിപ്പോയോണ്ട് ആ പ്രേമം മുഴുവൻ ഞാൻ അഭിനയിച്ച് തീർക്കുക. എത്ര പ്രേമം ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഒരുപാട് പേരോട് തോന്നിയിട്ടുണ്ട്. സൗന്ദര്യമുള്ള എന്തിനോടും പ്രണയം തോന്നുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ നല്ല കാറായാലും അതിനെ ഞാനൊരു വസ്തുവായിട്ട് കാണാറില്ല. വളരെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് അതിനെ മനുഷ്യരോടായാലും അത് എനിക്ക് ആണുങ്ങളോട് വരെ ഭയങ്കര ആരാധന തോന്നിയിട്ടുള്ള ആണുങ്ങൾ കാണാറുണ്ട്. ഭയങ്കര ആരാധന തോന്നുന്ന സ്ത്രീകളെ ഞാൻ കാണാറുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള. അപ്പോൾ അവരുടെ ഒരു സൗഹൃദം പോലും ഞാൻ അതിനെ വലിയ വാല്യൂ ചെയ്യുന്നു. കാരണം നല്ല ആളുകളായിട്ടുള്ള സൗഹൃദങ്ങൾ അതിപ്പോൾ ഒരു പ്രണയം ആവണമെന്നൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ മധുരം അല്ലെങ്കിൽ പുത്തം പുതുകാലെ ആ സിനിമകളിലൊക്കെ ലവ്സ് ഒരു റൊമാൻറ്റിക് സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലേറ്റ്ലി നമ്മൾ അങ്ങനെ കാണുന്നില്ല. കാരണം എനിക്ക് ഈ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മാസ് അപ്പീൽ, കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തുന്ന വലിയ രീതിയിലുള്ള ലാർജർ ദാൻ ലൈഫ് സിനിമകൾ ചെയ്യുമ്പോൾ ആളുകളിലേക്ക് എത്താൻ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ഒരിക്കലും നടനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമല്ലെന്നേ. ഇത് ആക്ച്വലി ഇത് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് വരേണ്ടതാണ്. ഒന്നുകിൽ ഞാനായിട്ട് എനിക്ക് വേണ്ടി അങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് കിട്ടണം. എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് അതായത് കഥകൾ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു നിങ്ങൾ പറഞ്ഞത് വെച്ചാൽ ഇപ്പോൾ നല്ലൊരു പേര് കിട്ടിയിട്ട് ഇയാൾ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നു ഇങ്ങനത്തെ സിനിമകളെന്ന് പറഞ്ഞിട്ട് അതിനെ മോശമാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങോട്ട് പോകാത്തത്. അപ്പോൾ നല്ല ആൾക്കാരുടെ കൂടെ വെയിറ്റിംഗ് ആണ്. തമാശ പടം ചെയ്യാനും ലവ് സ്റ്റോറി ചെയ്യാനും ഇടി ചെയ്യാനും നമുക്ക് ഒരേപോലെ ആക്ഷൻ ചെയ്യണ പോലെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ വേഷങ്ങളോടും താല്പര്യമാണ്. പക്ഷെ അത് സ്ക്രിപ്റ്റും പ്രൊജക്ട്സും കിട്ടാനാണ് പാട്. കഴിഞ്ഞ വർഷം ആക്ച്വലി ന്യൂസ് റിപ്പോർട്ട് വന്നിരുന്നു, അതായത് ജോജു ഹിന്ദി ഡെബ്യൂ ചെയ്യുകയാണ് അനുരാഗ് കശ്യപിന്റെ പടത്തിലൂടെ. അതിലെന്തെങ്കിലും അപ്ഡേറ്റ് ഇപ്പോൾ പറയാനുണ്ടോ? കുറേ പ്രൊജക്റ്റുകളുടെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലില്ല. ഈ വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ഷൻ ഇങ്ങനത്തെ സിനിമകളുടെ ഇടയ്ക്ക് നാരായണിൻ്റെ മൂന്നാർ മക്കൾ വളരെ ഒരു ഡ്രാമയാണ്, ഒരു ഫാമിലി ഡ്രാമയാണ്. ഫാമിലി ഡൈനാമിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. സോ അത്തരം ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടോ? എല്ലാ തരം ജോണേഴ്സും മിക്സ് ഇല്ല, ആ ഡയറക്ടറും പുള്ളി വന്നു പറഞ്ഞ ഐഡിയയും നല്ലതായിരുന്നു. അതുകൊണ്ട് പുള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഡയറക്ടറാണ് ശരൺ. അങ്ങനെ വന്നതാണ് ആ സിനിമ. അതേപോലെ ഇപ്പോൾ രാജ് സാർ ചോദിച്ച പോലെ ഇപ്പോൾ സൊസൈറ്റിനെ ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമകളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജോജു അത്തരം വിമർശനങ്ങളെയൊക്കെ സ്വീകരിക്കും. ആ സിനിമകൾ ഞാൻ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഞാൻ പറയുന്നത് സൊസൈറ്റിയുടെ നേർക്കാഴ്ചകളാണ് സിനിമയായിട്ട് വരുന്നത്. സൊസൈറ്റിയിലില്ലാത്ത ഒന്നും സിനിമയിൽ വരുന്നില്ല. കാരണം ഈ കഥകളെല്ലാം ചിന്തിക്കുന്നത് മുഴുവൻ ഇന്നത്തെ അവരുടെ ആ ഡയറക്ടറുടെ റൈറ്ററുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അതിനെങ്ങനെ നമുക്കത് വേറെ അർത്ഥത്തിൽ പറയാൻ പറ്റും? നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം. പക്ഷെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത് സൊസൈറ്റി അല്ലാതെ തന്നെ ഇൻഫ്ലുവൻസ്ഡാണ് ഒരുപാട് കാര്യങ്ങളിൽ. അത് ഒരിക്കലും സിനിമയുടെ ഇതായിട്ടില്ല. സിനിമ ഒരു ആർട്ടായിട്ട് മാത്രം കാണണം. ആ ഒരു ഡയറക്ടറുടെ അയാളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണത്. അതിനെ ആ രീതിയിൽ വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര രസമുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളുണ്ടാവും. അത് കൃത്യമായിട്ട് കാണേണ്ട ഓഡിയൻസ് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ സെൻസർ ബോർഡ് പറയുന്ന സിനിമകളുണ്ട്, A സർട്ടിഫിക്കറ്റ് ഉണ്ട്, UE ഉണ്ട്, ഇതുണ്ട് എന്ന് പറയുന്ന പോലെ കാറ്റഗറി ഉണ്ട്. അതിപ്പം 13+ നാക്കി 16+ നാക്കി. അപ്പം താല്പര്യമുള്ളവർ കാണാത്തൊരു കാണണ്ട എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇന്നൊരു ഇതിലോട്ട് സിനിമ മാറണമെന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു ശീലം നമുക്ക് പണ്ടേ ഇല്ല. പണ്ട് നമ്മൾ എത്ര സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ് പണ്ടത്തെ സിനിമകളിൽ സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ സിനിമകൾ എത്രമാത്രം ആസ്വദിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് ഉള്ളതേ വളരെ കുറച്ച് കലാകാരന്മാരാണ്. അവരെ കൂടി പൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു നല്ല സിനിമകൾ വരില്ല. പലരും ഫെഡപ്പാണ് ആ കാര്യത്തിൽ. വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ വഴിക്ക് പോയാലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഭയങ്കര ക്രിയേറ്റീവ് സെൻസുണ്ട്. കാരണം വെച്ചാൽ സ്പേസ് ഇല്ല. എനിക്ക് മറ്റേ ദുബായ് ദിർഹംസിൻ്റെ ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ ദുബായ് പോയിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് ജീവിക്കാറുണ്ട്. ജോജുവിൻ്റെ പൊളിറ്റിക്സ്, അതായത് ഒരു പഴയ ഇൻസ്റ്റൻസ് ഉണ്ടായില്ല, വണ്ടി എന്തോ ബ്ലോക്ക് ചെയ്തു എന്താ പറഞ്ഞിട്ട്, അപ്പം ജോജുവിനെ എല്ലാവരും കൂടെ ഒരു പൊളിറ്റിക്കൽ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തോ ഒരു സമരം വന്നപ്പോൾ എന്താ ജോജു റിയാക്ട് ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ ജോജുവിൻ്റെ ഒരു പൊളിറ്റിക്കൽ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ദിവസത്തിൽ ഒരു സംഭവിച്ചു പോയൊരു കാര്യം മാത്രമാണത്.
അതിന് ഞാൻ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ വ്യൂവിലോ ഒന്നിലുമല്ല. സംഭവിച്ചു പോയി അങ്ങനൊരു കാര്യം. അങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞ ഒരു കാര്യം, അത് ഒരിക്കലും ഒരു പാർട്ടി ബേസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അന്നത്തെ റിയൽ സിറ്റുവേഷൻസ് ഇന്ന് വരെ അവിടെ കൂടിയിരുന്ന ആൾക്കാർക്കല്ലാതെ ഒരാൾക്കറിയില്ല എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത്. ഒരിക്കലും ഞാനൊരു കോൺഗ്രസ് വിരോധിയായിട്ടോ അല്ലെങ്കിൽ ആ പാർട്ടിക്കെതിരെയോ ചെയ്ത ഒരു കാര്യമായിട്ട് ഒരിക്കലും അതിനെ കാണാൻ പാടില്ലാത്തതാണ്. അതല്ല അവിടെ നടന്നിട്ടുള്ളത്. എൻ്റെ റിയാലിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. അന്ന് അവിടെ കൂടിയിരുന്ന അന്ന് ഞാൻ വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ എനിക്ക് മുമ്പേ അവിടെ തടിച്ചുകൂടി നിന്ന ജനങ്ങൾക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ പൊളിറ്റിക്സും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ഒക്കെ സിനിമയിലാണ്. എനിക്ക് വേറെ ഒന്നിനോടും ഒരു കാര്യത്തിനോടും, ഈവൻ കള്ളിനോടോ അല്ലെങ്കിൽ ഡ്രഗ്സിനോ ഒന്നിനോട് പോലും അത്രയധികം എനിക്ക് പാഷനില്ല, സ്ഥാനമില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്കാർ? കാരണം നമ്മുടെ നാട്ടിൽ ഏത് പാർട്ടിക്കാണോ ജനങ്ങൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റുക ആ പാർട്ടി ആവട്ടെ. ഭരണാധികാരികൾ നല്ല ലീഡേഴ്സും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമുക്ക് നല്ലൊരു ലീഡർ ഉണ്ടായാൽ പുതിയ കുറേ കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നാൽ നമ്മൾക്കത് രസമല്ലേ എന്ന് മാത്രമുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. വിട്ടിട്ട് വേറെ ഒരു പ്ലാനും ഇല്ല, പദ്ധതിയില്ല, ഒന്നുമില്ല. വിധിയിൽ വിശ്വസിക്കുന്നുണ്ടോ? വിധിയിൽ വിശ്വസിക്കാതെ പറ്റില്ലല്ലോ. കാരണം ചില സമയത്ത് തോന്നും സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിലോട്ട് സംഭവിക്കാൻ വേണ്ടി മുന്നേ കൂട്ടി തീരുമാനിച്ചാൽ തോന്നും. ജീവിതത്തിലെ ചില നിമിഷങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും. അപ്പോൾ പിടിവിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോകാറില്ല. സംഭവാമി യുഗേ യുഗേ. So end of the day, what would you like to be known as? An actor, good actor, a director? I mean, എന്താണ് purpose of your life? അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇങ്ങനത്തെ ഒരു കാര്യം ചോദ്യത്തിന് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആക്ടർ തന്നെ ആയിരിക്കുള്ളൂ. നല്ലൊരു നടനുണ്ടായിരുന്നു മലയാളത്തിൽ എന്ന് പറയുന്ന നടന്മാരുണ്ടായിരുന്നൊരു പേരിൽ എൻ്റെ പേരുണ്ടായിരുന്നാൽ തീർച്ചയായിട്ടും അതായിരിക്കും ഏറ്റവും സന്തോഷം. പക്ഷേ ഡയറക്ടറെ കുറിച്ച് ചിന്തിക്കാതൊന്നുമില്ല. ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് ഇനിയും ഒരുപാട് പഠനങ്ങൾ ആവശ്യമുള്ളൊരു ഏരിയ അത്. കാരണം അതിൻ്റെ ഓരോ വലിയ ടഫസ്റ്റ് പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോടൊരു ക്രേസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മളെന്ന് വെച്ചാൽ അതും ആ പ്രോസസ്സിൽ കൂടെ നടന്നു പോകുന്നു. പിന്നെ ഇത്രയും ഭാരമില്ല. നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ, റൈറ്ററുണ്ട്, ഡയറക്ടറുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നു. ആക്ടറായിട്ട് തന്നെ ഇരിക്കാനാണ് ഏറ്റവും നല്ലത്.